പിണറായി വിജയനെ നനഞ്ഞ കോഴി എന്നാണ് ജി സുധാകരൻ വിശേഷിപ്പിച്ചിരിക്കുന്നത്. എങ്ങനെയുണ്ട്? എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. കാരണം പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല വിശേഷണമാണ് നനഞ്ഞ കോഴി എന്നുള്ളത്. നമ്മൾ സാധാരണ കാരണഭൂതം എന്നാണ് പിണറായി വിജയനെ വിശേഷിപ്പിക്കല്ല, അങ്ങനെയാണ് വിളിക്കാറുള്ളത്. കാരണം സഖാക്കൾ തന്നെ ഇട്ട ഒരു വിശേഷണമാണ് കാരണഭൂതൻ എന്നൊക്കെ അല്ലെ. ആ തിരുവാതിര കളിപ്പാട്ടിൽ ഇന്നീ പാർട്ടി ലോകമെങ്ങും ശോഭിച്ചിടും കാരണഭൂതം പിണറായി വിജയൻ എന്ന സഖാവു തന്നെ എന്ന് പൂവരണി നമ്പൂതിരി അല്ലെ, അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. പൂവരണി നമ്പൂതിരിയാണ് ആ തിരുവാതിര പാട്ടെഴുതി 502 സഖാത്തിമാർ കളിച്ച ആ തിരുവാതിര കളി. പിന്നെ സഖാക്കൾ ഒരു കാര്യം, ഇടക്കിടക്ക് ആ തിരുവാതിര കളി ഒന്ന് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. കാരണം പിണറായി വിജയനെ ഒന്ന് ശാക്തീകരിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ മരുമോനൊക്കെ കൂട്ടിക്കോ. മരുമോനും പിണറായി വിജയനെ മോളും എല്ലാം കൂടി കളിക്കട്ടെ ഈ തിരുവാതിര കളിപ്പാട്ട്. ഇന്നീ പാർട്ടി ലോകമെങ്ങും ശോഭിച്ചിടും കാരണഭൂതൻ പിണറായി വിജയൻ എന്ന സഖാവു തന്നെ. അതല്ലെങ്കിൽ പ്രത്യേക നിർദ്ദേശം കൊടുക്കണം. എല്ലാ ബ്രാഞ്ച് തലങ്ങളിലും, എല്ലാ ബ്രാഞ്ച് ലോക്കൽ ഏരിയ തലങ്ങളിലും നിർബന്ധമായും ആഴ്ചയിലൊരിക്കൽ പിണറായി വിജയനെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള, അല്ലെങ്കിൽ മൂപ്പരുടെ ഈ വോൾട്ടേജ് കുറഞ്ഞു പോകും, അത് ഈ തിരുവാതിര പാട്ടും തിരുവാതിര കളിയും അത് നടത്തണം എന്നുള്ള ഒരു തിട്ടൂരം AKG സെന്ററിന് പുറപ്പെടുവിക്കണം എന്നാണ് ഈ എളിയവന്റെ ഒരു അഭ്യർത്ഥന കേട്ടോ. അപ്പൊ ഞാൻ ഇതിലേക്ക് വരെ, ജി സുധാകരൻ അദ്ദേഹത്തിന്റെ MLA ഓഫീസ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നടത്തിയൊരു പ്രസംഗം ഉണ്ടല്ലോ, ക്ലാസ് പ്രസംഗമാണ് കേട്ടോ. അതിലാണ് അദ്ദേഹം പറഞ്ഞത് രണ്ട് കാര്യങ്ങളാണ്. ഈ ജി സുധാകരൻ എന്ന് പറയുന്നത് കവിയാണെന്ന് അറിയാലോ. ജി സുധാകരന്റെ ഒരുപാട് കവിതകളുണ്ട്. പക്ഷെ ഈ കവിതകളൊക്കെ അത്രമാത്രം കാവ്യഗുണം നിറഞ്ഞ കവിതകളാണ് എന്നൊന്നും എനിക്ക് വ്യക്തിപരമായി അഭിപ്രായമില്ല. ജി സുധാകരൻ എന്ന് പറയുന്ന സഖാവിന്റെ നിലപാടുകളെ, അഴിമതി കറ പുരളാത്ത സഖാവിനെയാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. അതല്ലാതെ കവിത എഴുതുന്ന ജി സുധാകരനെ അല്ല കേട്ടോ. പക്ഷേ ഈ പ്രയോഗമുണ്ടല്ലോ, അതായത് നനഞ്ഞ കോഴി എന്നുള്ള പ്രയോഗം ജി സുധാകരന്റെ കാവ്യഗുണമുള്ള ഒരു പ്രയോഗം തന്നെയാണ് ഈ നനഞ്ഞ കോഴി. കാരണം നിയമസഭയിൽ ധവളപത്രം അവതരിപ്പിച്ചല്ലോ. VD സതീശൻ ധവളപത്രം അവതരിപ്പിച്ച ശേഷം ആ ധവളപത്രത്തെ കുറ്റം പറഞ്ഞുകൊണ്ട്, യഥാർത്ഥത്തിൽ എനിക്ക് തോന്നുന്നു ധവളപത്രം വായിച്ചു നോക്കുന്നതിന് മുമ്പ് തന്നെ, ധവളപത്രം മേശപ്പുറത്ത് വെച്ച ഉടനെ തന്നെ പിണറായി വിജയൻ പ്രസംഗിച്ചു. ആ ധവളപത്രം ശരിയല്ല, ചട്ടവിരുദ്ധമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ധവളപത്രത്തിനെതിരെയായിരുന്നു പിണറായി വിജയന്റെ പ്രസംഗം. ആ പ്രസംഗം കേൾക്കുമ്പോൾ നമുക്കറിയാം ഒരു നനഞ്ഞ കോഴി. പിണറായി വിജയൻ അങ്ങനെ കണ്ടാൽ, നമ്മൾ നിയമസഭ TV-യിൽ നിന്ന് നമ്മളിത് കാണുമ്പോൾ തന്നെ നമുക്ക് തോന്നുന്നു ഒരു നനഞ്ഞ കോഴി. ആ ഒരു മുഖഭാവവും ആ ഒരു ശരീരഭാഷയൊക്കെയാണ് കേട്ടോ. ഏതായാലും ജി സുധാകരൻ സഖാവിന് ഒരുപാട് എന്താ പറയാ അഭിനന്ദനം, ഇങ്ങനെ ഒരു പേര് നമുക്ക് തന്നതിന്. പിണറായി വിജയന്റെ ഒരു നല്ല വിശേഷണം നനഞ്ഞ കോഴി. മാത്രമല്ല അതിന് കൂടെ തന്നെ സഖാവ് ഒരു കാര്യം കൂടി പറഞ്ഞു. എന്താണ്? ഇടത്തോട്ട് മുണ്ടെടുത്താൽ ഇടതുപക്ഷം ആകില്ല എന്ന് പറഞ്ഞു. അതൊരു രണ്ട് കുത്തലാണ് കേട്ടോ. നിങ്ങൾ കേൾക്കുന്ന പലർക്കും മനസ്സിലായിട്ടുണ്ടാവും. ഇടത്തോട്ട് മുണ്ടെടുത്താൽ ഇടതുപക്ഷമാവില്ല എന്നാണ് പറഞ്ഞത്. അതൊരു എന്തൊരു പ്രയോഗമാണ് നോക്കിയേ. ഇടത്തോട്ട് മുണ്ടെടുത്താൽ അതല്ല ഇടതുപക്ഷം. ഈ പല ആൾക്കാർക്ക് ഞങ്ങളാണ് ഇടതുപക്ഷം, അങ്ങനെയാണ് ഈ സഖാക്കന്മാര്. അതായത് സഖാക്കന്മാരല്ല, ഈ പിണറായി ഭക്തന്മാർ, പിണറായി വാഴ്ത്തുപാട്ട് സംഘം, പിണറായി ഭജന സംഘം, അതായത് പിണറായിയുടെ അടിമകൾ. പിണറായി ഇപ്പം നട്ടുച്ചയാണെന്ന് പറഞ്ഞാൽ പാതിരാത്രിക്കും പറയും ഇപ്പൊ നട്ടുച്ചയാണെന്ന് പറയും. കാരണം എന്താണ്? പിണറായി തമ്പുരാനാണല്ലോ പറയുന്നത് എന്ന് പറയുന്ന അടിമക്കൂട്ടങ്ങളുണ്ട്. പിണറായിന്റെ ഈ ആസനം കഴുകാൻ വേണ്ടിയിട്ട് ക്യൂ നിൽക്കുന്ന ആൾക്കാർ. അപ്പൊ ഇത്തരം ആൾക്കാരെ സംബന്ധിച്ചിടത്തോളാണ്, അല്ലെങ്കിൽ ഇത്തരം ആൾക്കാർ സാധാരണ പറയുന്നതാണ് അവർ ഇടതുപക്ഷമാണ്. ഞാൻ നേരത്തെ ചെയ്ത ഒരു വീഡിയോയിൽ പറഞ്ഞു, ഇടതുപക്ഷം എന്ന് പറഞ്ഞാൽ അതൊരു നിലപാടാണ് അല്ലേ, അതൊരു നിലപാടാണ്. അതല്ലാതെ CPM-മാർ മുഴുവൻ ഇടതുപക്ഷമാണ് എന്ന് ഇവര് അഹങ്കരിക്കല്ല, അങ്ങനെ ഇവർ ധരിക്കുന്നത് ഇവരുടെ വിവരമില്ലായ്മ കൊണ്ടാണ്. അപ്പൊ യഥാർത്ഥത്തിൽ ഈ ജി സുധാകരൻ പറയുന്നത് ഈ ഇടത്തോട്ട് മുണ്ടെടുത്താൽ ഇടതുപക്ഷമാവില്ല, അതെന്ത് വേണം, ഒരു നിലപാടാണ്. ഈ ഇപ്പോഴത്തെ CPM-ന് അങ്ങനെ ഒരു നിലപാടേ ഇല്ല എന്നുകൂടി ജി സുധാകരൻ വ്യക്തമാക്കുന്നു. അത് ഇപ്പോൾ ഓൺലൈൻ മാധ്യമങ്ങളൊക്കെ ആ ഒരു ജി സുധാകരന്റെ പ്രസംഗം അവരത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്.
അതിങ്ങനെയാണ്. പ്രതിപക്ഷത്തെ പരിഹസിച്ച് ജി സുധാകരൻ MLA സഭയിൽ മുഖ്യമന്ത്രി VD സതീശൻ പ്രസംഗിച്ചപ്പോൾ മറുപടി പറയാൻ ഒരാൾക്കും കഴിയുന്നില്ല എന്നും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ സഭയിൽ നനഞ്ഞ കോഴിയാണെന്നും ജി സുധാകരൻ പറഞ്ഞു. നിങ്ങൾക്ക് ആ നിയമസഭയിലെ VD സതീശന്റെ പെർഫോമൻസും VD സതീശൻ വളരെ കൃത്യമായി ഏത് രീതിയിലാണ് സാമ്പത്തിക സ്ഥിതിയുള്ളത്, അല്ലെങ്കിൽ ഈ ധവളപത്രത്തെ എതിർത്തുകൊണ്ട് പ്രതിപക്ഷം പറഞ്ഞപ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ ഈ ധവളപത്രം കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നും എന്തൊക്കെയാണ് ഇതിന്റെ ഉള്ളടക്കമെന്നും ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയതെന്നും എന്തൊക്കെയാണ് ഉദ്ദേശിക്കുന്നതെന്നും തുടങ്ങിയ കാര്യങ്ങളൊക്കെ മണിയായിട്ട് കൃത്യതയോടെ വളരെ സൂക്ഷ്മമായി VD സതീശൻ പറഞ്ഞപ്പോ പിണറായി വിജയനും പിന്നെ എന്താണ് മറ്റേ ഇയാളുണ്ടല്ലോ പഴയ എണ്ണതേപ്പ് മന്ത്രി എന്താണ് ബാലഗോപാലൻ, KN ബാലഗോപാലൻ എന്ന് പറയുന്ന മണുകുണാഞ്ചനും പറഞ്ഞ് ആകെ അപഹാസ്യരാകും നമ്മൾ കണ്ടു. പല ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൊക്കെ നല്ല സഖാക്കന്മാര് പലരും സങ്കടപ്പെടുകയാണ്. നിയമസഭയിൽ രണ്ട് വാക്ക് പറയാൻ പറ്റിയ ഒരാൾ പോലും ഇല്ലല്ലോ. ഒന്ന് ആലോചിച്ച് നോക്കിയട്ടെ. നിയമസഭയിൽ കഴിഞ്ഞ തവണ VD സതീശൻ പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ വിറപ്പിച്ചതാണ് അല്ലെ, ഭരണപക്ഷത്തെ വിറപ്പിച്ചതാണ് VD സതീശൻ. ഇതേപോലെ ഇപ്പോഴത്തെ VD സതീശൻ സർക്കാരിന്റെ അല്ലെങ്കിൽ UDF-നെ വിമർശിക്കാൻ അല്ലെങ്കിൽ വിറപ്പിക്കാൻ ഇവിടെ സ്വയം വിറയ്ക്കുന്ന ആൾക്കാരാണ്. അതാ പറയുന്നത് നനഞ്ഞ കോഴിയെ പോലെയുള്ള ആൾക്കാരാണ് ഈ പറയുന്ന പ്രതിപക്ഷത്ത് മുഴുവൻ ഉള്ളത്. അപ്പോൾ പറയാണ് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ സഭയിൽ നനഞ്ഞ കോഴിയാണ് എന്നും ജി സുധാകരൻ പറഞ്ഞു. ഇടത്തോട്ട് മുണ്ടെടുത്താൽ ഇടതുപക്ഷമാകില്ലെന്നും രാജ്യത്ത് കോൺഗ്രസിന്റെ ഊന്നുവടിയിൽ നിൽക്കുന്ന പാർട്ടിയാണ് CPM എന്നും അദ്ദേഹം പരിഹസിച്ചു. MLA ഓഫീസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ജി സുധാകരൻ. അപ്പൊ ഈ CPM-ന് നിൽക്കണമെങ്കിൽ ഇവിടെ വന്നുകാണ്ട് കോൺഗ്രസിനെതിരെ ഭയങ്കര ആരോപണം. പക്ഷെ ദേശീയ തലത്തിൽ ഈ CPM-ന് ഒന്ന് എന്താ പറയാ നിവർന്നു നിൽക്കണമെങ്കിൽ ഒരു ഊന്നുവടി വേണം. ആ ഊന്നുവടിയാണ് കോൺഗ്രസ് ആ ഊന്നുവടി കൊണ്ട് പോയാൽ പിന്നെ തീർന്നു CPM. എന്നിട്ട് എളുപ്പമാണില്ലാതെ ഇവിടെ വന്നുകാണ്ട് കോൺഗ്രസിനെ കുറ്റം പറയും. എന്നിട്ട് ഈ അതിർത്തി അങ്ങോട്ട് കടന്നു കഴിഞ്ഞാൽ കോൺഗ്രസിനെ പോയിക്കാണ്ട് കെട്ടിപ്പിടിക്കും. ഒന്ന് കൈപിടിക്കേ ഞങ്ങളൊന്ന് ഉയർന്ന് എന്താ പറയാ നിവർന്നു നിൽക്കട്ടെ, ഞങ്ങളൊന്ന് നിവർന്നു നിൽക്കട്ടെ, ഒന്ന് കൈപിടിക്കൂ എന്ന് കോൺഗ്രസിനോട് കെഞ്ചുന്ന അല്ലേ? എന്താണ് CPM-ന്റെ? പക്ഷെ ഈ ചാനലിലൊക്കെ വന്നിരുന്നു കണ്ടേ, TV ചാനലിലൊക്കെ വന്നിരുന്നു കൊണ്ട് നമ്മുടെ ഈ ന്യായീകരണ തൊഴിലാളികൾ പറയുന്നത് കേട്ടായിരിക്കും ഇവന്മാര് എന്താണ് രാജ്യത്ത് BJP-യെ പ്രതിരോധിക്കാൻ CPM മാത്രമേ ഉള്ളൂ. എവിടെ CPM? ഏത് CPM? നോട്ടന്റെ അടുത്തേ വോട്ടുള്ളൂ. ആകെ 1% വോട്ടേ ഉള്ളൂ. ആകെ 1% വോട്ടുള്ള ടീമാണ് എന്ന് പറയുന്നത് BJP-യെ പ്രതിരോധിക്കാൻ ഞങ്ങളേ ഉള്ളൂ. പിന്നെ പറഞ്ഞ് സമാധാനിച്ചോട്ടെ. അപ്പോഴാണ് ജി സുധാകരൻ പറയുന്നത് എന്താണ്, ഇടത്തോട്ട് മുണ്ടെടുത്താൽ ഇടതുപക്ഷമാകില്ലെന്നും രാജ്യത്ത് കോൺഗ്രസ് എന്ന ഊന്നുവടി പിടിച്ചുകൊണ്ടാണ് CPM നിൽക്കുന്നതെന്നുമാണ് സഖാവ് പറയുന്നത്. VD സതീശൻ സഭയിൽ പ്രസംഗിച്ചപ്പോൾ മറുപടി പറയാൻ ഒരാൾക്കും കഴിയുന്നില്ല. ഒരാൾ പോലും VD സതീശന്റെ ഈ നിലപാടുകൾ അല്ലെങ്കിൽ VD സതീശൻ ഈ മേശപ്പുറത്ത് വെച്ച ഈ ധവള പത്രത്തെ കുറിച്ച് എന്തെങ്കിലും വിമർശനാത്മകമായി പറയാൻ, അല്ലെങ്കിൽ ഇതിൽ ഉദ്ദേശിച്ച ഇതെങ്ങനെ തരണം ചെയ്യാമെന്നുള്ളതിനെ കുറിച്ച് കുറെ നിർദ്ദേശങ്ങളുണ്ട്. വളരെ ക്രിയാത്മകമായ മറ്റു നിർദ്ദേശങ്ങൾ നൽകാൻ ആർക്കും പറ്റുന്നില്ല. വെറുതെ വന്നിരുന്നു കണ്ട് കേന്ദ്രത്തിനെ കുറ്റം പറഞ്ഞ് ഇതാണ് ആകെ പറയുന്നത്. കേന്ദ്രത്തിനെ കുറ്റം പറഞ്ഞില്ല. കാരണം ഇവരുടെ സ്ഥിരം സ്വഭാവമായിരുന്നല്ലോ. പിണറായി വിജയന്റെയും കൂട്ടരുടെയും സ്ഥിരം സ്വഭാവം എന്ന് പറഞ്ഞാൽ എന്തിനും ഏതും കേന്ദ്രം തന്നില്ല. അതേപോലെ സതീശനും പറയണമെന്നാണ് ഇവരുടെ ആഗ്രഹം. പക്ഷെ സതീശൻ വളരെ കൃത്യമായി പറഞ്ഞു, കേന്ദ്രത്തിൽ നിന്ന് കാര്യങ്ങൾ ചോദിച്ചു വാങ്ങുമ്പോൾ ആവശ്യമായ രേഖകൾ അവിടെ കൊടുക്കേണ്ടി വരും. ഞങ്ങൾ കൊടുക്കും. എന്താ ചെയ്തത് പിണറായി വിജയൻ? എന്താ ചെയ്തത്? ഒരു രേഖയും കൊടുക്കില്ല. കിട്ടുന്ന പൈസയൊക്കെ പുട്ടടിച്ചാൽ പിന്നെ കേന്ദ്രം തരുള്ളൂ. പിന്നെ കള്ളത്തരം കളിക്കും. ഇപ്പൊ PM ശ്രീ പോയി ഇങ്ങോട്ട് ഒപ്പിടും. എന്നിട്ട് പറയും ഞങ്ങളെ നടപ്പാക്കൂല. PM ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടിട്ട് പറയും ഞങ്ങൾ NEP നടപ്പാക്കൂല, നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ഞങ്ങൾ നടപ്പാക്കില്ല. പക്ഷെ ഞങ്ങൾക്ക് പൈസ വേണം. അതില് ഒപ്പിട്ട് കഴിഞ്ഞാൽ നിങ്ങൾ നടപ്പാക്കണോ? പിണറായി വിജയന്റെ പേരക്കുട്ടി പഠിക്കുന്നതല്ലേ? പിണറായി വിജയന്റെ പേരക്കുട്ടി പഠിക്കുന്നത് PM ശ്രീ പദ്ധതിയുള്ള സ്കൂളിൽ, നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി പ്രകാരമുള്ള CBSE സ്കൂളിലാണ് പിണറായി വിജയന്റെ പേരക്കുട്ടി പഠിക്കുന്നത്. പിണറായി വിജയൻ പേരക്കുട്ടിയെ അവിടെയാണ് ചേർത്തിയത്. പിന്നെന്താ പിണറായി വിജയന് ഈ നാട്ടിലെ കുട്ടികൾ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയിൽ പഠിച്ച പിണറായി വിജയൻ എന്താ ചൊറിച്ചില്? റിയാസിന് എന്താ ചൊറിച്ചില്? അത് BJP-നെ നമ്മൾ എതിർക്കണം. കഴിഞ്ഞ ദിവസമാണ് ഏറ്റവും മനോഹരമായ ഒരു ജനാധിപത്യ ദൃശ്യം നമ്മൾ കണ്ടത്. രാജീവ് ചന്ദ്രശേഖർ VD സതീശനെ സന്ദർശിക്കുന്നു.
രാജീവ് ചന്ദ്രശേഖറും വി ഡി സതീശനും പരസ്പരം ചർച്ച ചെയ്യുന്നു. കാരണം ഈ വി ഡി സതീശനെ പോലെ തന്നെ ഇത്തരം കാര്യങ്ങളിൽ, രാഷ്ട്രീയപരമായ കാര്യങ്ങളിൽ, പുരോഗതിയുടെ അല്ലെങ്കിൽ എന്താ പറയാ വികസനത്തിന്റെ ഒരു പരിപ്രേക്ഷ്യം വി ഡി സതീശനുള്ള പോലെ തന്നെ ഉള്ള ഒരു നേതാവാണ് രാജീവ് ചന്ദ്രശേഖർ. അപ്പൊ രാജീവ് ചന്ദ്രശേഖറും വി ഡി സതീശനും ഒരുമിക്കുക എന്ന് പറയുമ്പോൾ അത് BJPയും കോൺഗ്രസും തമ്മിലുള്ള അന്തർധാര അല്ല. അതെന്ന് പറഞ്ഞാൽ സംസ്ഥാനത്തിന്റെ വികസനത്തിന് വേണ്ടിയിട്ടോ സംസ്ഥാനത്തിന്റെ പുരോഗതിക്ക് വേണ്ടിയിട്ടോ പ്രതിപക്ഷത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടി BJP തന്നെയാണോ? അതാണ് ഏറ്റവും വലിയ രസം. ഇത് നനഞ്ഞ കോഴിയും മറ്റേ എണ്ണവെപ്പുകാരനും. അപ്പൊ യഥാർത്ഥത്തിൽ ഈ പറയുന്ന ഇവരുടെ എണ്ണം എത്രയോ 35 അല്ലേ? ഈ 35 LDFന്റെ പ്രതിനിധികൾ 35 LDFന്റെ പ്രതിനിധികളെക്കാൾ ശക്തരാണ് BJPയുടെ 3 പേർ. ബി ഗോപകുമാറും വി മുരളീധരനും രാജീവ് ചന്ദ്രശേഖരനും കൂട്ടിയാൽ അവരുടെ അടുത്തൊന്നും എത്താൻ പറ്റില്ലടോ ഈ പറയുന്ന ഈ മൺമുടാഞ്ഞന്മാർക്ക്. അതാണ് സഖാവ് പറയുന്നത്, ഇടത്തോട്ട് കൊണ്ടെടുത്ത് നടന്നാൽ നിങ്ങൾ ഇടതാകില്ല, നിങ്ങൾക്ക് നിവർന്നു നിൽക്കണമെങ്കിൽ ആരുടെ സഹായം വേണം? കോൺഗ്രസിന്റെ സഹായം വേണം. എന്നിട്ട് കേരളത്തിൽ വന്നിട്ട് കോൺഗ്രസിന് കുറ്റം പറയും. കേരളത്തിൽ നിന്ന് പുറത്തു കടന്നാൽ കോൺഗ്രസിനെ കെട്ടിപ്പിടിക്കും. എന്ത് ഉളുപ്പില്ലായ്മയാടോ. എന്നിട്ട് പറയാണ് KN ബാലഗോപാലൊക്കെ ആണല്ലോ സഭയിലുള്ളതെന്നും ജി സുധാകരൻ പരിഹസിച്ചു. മറുപടി പറയാൻ ഒരു ബോധവും വിവരമില്ലാത്ത, ഒരു വാക്കുകൊള്ളാത്ത ഈ KN ബാലഗോപാലൊക്കെ ആണല്ലോ സഭയിലുള്ളത്. ഒന്ന് കാരണബോധത്തിനൊന്നും പറയാനില്ല. കാരണം ആരെങ്കിലും എഴുതി കൊടുക്കണം. പിന്നുള്ളത് KN ബാലഗോപാലാണ്. അയാൾക്ക് ഒന്നിനെക്കുറിച്ച് അറിയില്ല. അങ്ങനെ ഒന്നിനെക്കുറിച്ചും അറിയാത്ത ഒരു കാരണബോധത്തിന്റെ ശിങ്കിടിയായ KN ബാലഗോപാലും ഈ രണ്ടാൾക്കാര് പണ്ട് വി എസിനെ അടിക്കാനും വി എസിന്റെ ചാരപ്രവർത്തനം നടത്താനും വി എസിനെ കുറിച്ചുള്ള ചാരപ്രവർത്തനം നടത്താനും ഉപയോഗിച്ച പിണറായി വിജയന്റെ ഒരു അടിമയാണ് KN ബാലഗോപാൽ. അത്രയേ ഉള്ളൂ. KN ബാലഗോപാൽ എങ്ങനെ ഈ സ്ഥാനത്തെത്തിയെന്ന് ചോദിച്ചാൽ അത്രയേ ഉള്ളൂ. വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് അദ്ദേഹത്തിന്റെ മേശപ്പുറത്ത് നിന്ന് ഫയലുകൾ മോഷ്ടിച്ച് AKG സെന്ററിൽ കൊണ്ടുകൊടുക്കുക എന്നുള്ള പരിപാടിയായിരുന്നു ഈ പറഞ്ഞ KN ബാലഗോപാലിനുള്ളത്. മോഷണ വിദഗ്ധനാണ്. വി എസിന്റെ മേശപ്പുറത്ത് നിന്ന് ഫയലുകൾ അടിച്ചു മാറ്റുക, വി എസ് കാണും മുമ്പ് തന്നെ അത് AKG സെന്ററിൽ എത്തിക്കുക. ഇതായിരുന്നു ബാലഗോപാലിനെ പണ്ട് കാരണഭൂതം ഏൽപ്പിച്ച പരിപാടി. അത് വളരെ ഭംഗിയായി KN ബാലഗോപാൽ നിർവഹിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് KN ബാലഗോപാൽ ഇങ്ങനെ CC-യിലേക്കൊക്കെ കയറി ചെല്ലുന്നത്. അപ്പോ KN ബാലഗോപാലിന് സഭയിൽ മിണ്ടാട്ടമില്ല. ഐസക് ഉണ്ടായിരുന്നെങ്കിൽ എന്തെങ്കിലും പറയും. അതാണ് മൂപ്പരിപ്പോ പറഞ്ഞിട്ടുണ്ട് AI ആണെന്ന്. ഒന്നും പറയാനില്ലാത്തതുകൊണ്ട് ഇത് നിർമ്മിച്ചത് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നില്ല. ഞാൻ 1-2 വീഡിയോ ഇതിനെ സംബന്ധിച്ച് ചെയ്തിരുന്നു. ഐസക്കിന്റെ അഭിപ്രായം, അതായത് പണ്ട് ക്യാഷ്ലെസ് എന്താ പറയാ ട്രാൻസാക്ഷൻ, അതായത് ഈ ഡിജിറ്റൽ ട്രാൻസാക്ഷൻ, ഡിജിറ്റൽ പേയ്മെന്റ്, അതായത് ഗൂഗിൾ പേ ഒക്കെ ഈ വന്ന കാലത്ത് പറഞ്ഞു, ഇതെങ്ങനെയാ നടപ്പാക്കുക? ഇതിപ്പോ സാധാരണക്കാർക്ക് എങ്ങനെയാണ് ഗൂഗിൾ പേ? ഈ വഴിയോര കച്ചവടക്കാർക്ക്, മീൻ കച്ചവടക്കാർക്ക്, പച്ചക്കറി കച്ചവടക്കാർക്ക്, മുട്ട കച്ചവടക്കാർക്ക് ഇവർക്കൊക്കെ ഗൂഗിൾ പേ എങ്ങനെയാണ് ഇത് ഫലപ്രദമാക്കുക? അതൊന്നും നടപ്പിലാക്കില്ല. മോദി ഇതൊന്നും നടപ്പിലാക്കില്ല എന്ന് പറഞ്ഞ മറ്റേ എന്താ പറയാ കയറുവിരിക്കാരനാണ് അല്ലെ, കയറുവിരി ഡോക്ടറാണ് ഐസക്. അയാളാണ് ഇപ്പൊ പറഞ്ഞത് ആടോ എന്തെങ്കിലൊക്കെ എന്ന് പറയുന്ന ഒരു ചൊറിച്ചില്. പണ്ട് കമ്പ്യൂട്ടർ എടുത്ത് വലിച്ചെറിഞ്ഞ ആൾക്കാരല്ലേ, തൊഴിൽ തിന്നുന്ന ബഗനാണ് അത്രേ കമ്പ്യൂട്ടർ. ഇപ്പൊ നിന്റെ ആൾക്കാരാണ്, നിന്റെ കൊണസ്ട്രാൾമാരാണ് ഇപ്പൊ CPM-ന്റെ ആൾക്കാർ. എന്നിട്ട് പറയാണ് ഈ എന്താ പറയാ ധവളപത്രം ശരിയല്ല. എന്തുകൊണ്ട് ശരിയല്ല? അതിൽ പറഞ്ഞ കാര്യങ്ങൾ എന്താണോ തെറ്റ്? 5.07 ലക്ഷം കോടി കടം ഉണ്ടാക്കിയില്ലേ? അല്ല, അതൊക്കെ ഉണ്ടാക്കിക്കുന്നത്. പിന്നെ 50,000 കോടി കൊടുത്തു തീർക്കാനല്ലേ എത്രയും പെട്ടെന്ന്? അത് കൊടുത്തു തീർക്കാനുണ്ട്. ഈ പൊതുമേഖലാ സ്ഥാപനങ്ങൾ മുഴുവൻ 75,000 രൂപ 70,000 കോടി നഷ്ടല്ലേ? അതൊക്കെ നഷ്ടമാണ്. പിന്നെന്താ പ്രശ്നം? അത് നിങ്ങൾ ഉണ്ടാക്കിയത് AI കൊണ്ടാണ്. അതിനെന്താണോ പ്രശ്നം? കുട്ടികൾ വരെ LKG പഠിക്കുന്ന കുട്ടികൾ വരെ AI ഉപയോഗിച്ചിട്ടാണല്ലോ അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. നിങ്ങൾക്ക് മനസ്സിലാവില്ല. നിങ്ങൾ ഇപ്പോഴും 30 കൊല്ലം പിന്നിലാണ്. 30 കൊല്ലം പിന്നിലാണ് നിങ്ങൾ. ഇനി 2026 കഴിഞ്ഞ് 2050 2060 ഒക്കെ എത്തുമ്പോഴാണ് നിങ്ങൾ AI നിങ്ങൾ എന്താ പറയാ നിങ്ങൾ അതിനെക്കുറിച്ച് പഠിക്കുക. നിങ്ങൾ ഔട്ട്ഡേറ്റഡ് ആയ ആൾക്കാരാണോ നിങ്ങൾ? അതൊക്കെയാണ് ജി സുധാകരൻ പറയുന്നത്. രാജ്യത്ത് കോൺഗ്രസിന്റെ ഊന്നുവടിയിൽ നിൽക്കുന്ന പാർട്ടിയാണ് CPM എന്നും അദ്ദേഹം വിമർശിച്ചു. അമ്പലപ്പുഴയിൽ താൻ കോൺഗ്രസിന്റെ ചെളിക്കുണ്ടിലേക്ക് പോകുമെന്ന് പിണറായി വിജയൻ പ്രസംഗിച്ചിരുന്നു. CPM ഇന്ന് എവിടെയാണുള്ളത്? CPM ഇന്ന് ഏത് ചെളിക്കുണ്ടിലാണുള്ളത്? CPM എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ ചെളിക്കുണ്ടിലാണ് ഇവിടുത്തെ ദേശീയ തലത്തിൽ. എന്നിട്ട് ഇവിടെ വന്നുങ്ങാണ്ട് ഇവിടെയും തീർന്ന് ഇവിടെ വേറെ രസം, ഏറ്റവും വലിയ രസം നമ്മുടെ ഇയാളുണ്ടല്ലോ, ആര്
ആലത്തൂരിൽ നിന്ന് ജയിച്ച കെ രാധാകൃഷ്ണൻ. ആലത്തൂരിലെ കെ രാധാകൃഷ്ണൻ ഒരു ഒറ്റ കനൽത്തരി കടാൻ പോവുകയാണ്. 4-ാം തീയതി, അടുത്ത 4-ാം തീയതി ED പിടിച്ചുകൊണ്ടോ. ED ഒരൊറ്റ കനൽത്തരിയെ പിടിച്ചു കൊണ്ടുപോകും കൂട്ടരെ. അതോടുകൂടി കനൽത്തരി കെട്ടു. ആലത്തൂരിൽ അടുത്ത് തന്നെ ഉപതെരഞ്ഞെടുപ്പ് വരും. ആലത്തൂരിൽ രമ്യ ഹരിദാസ് ആയിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ജയിച്ചത്. രമ്യ ഹരിദാസ് പക്ഷേ ഇപ്പൊ MLA ആയതുകൊണ്ട് അവിടെ മറ്റാരെങ്കിലും കോൺഗ്രസിന്റെ ആരെങ്കിലും മത്സരിക്കും, അവിടെ വൻ വിജയം നേടും. എന്ന് പറഞ്ഞാൽ CPM-ന്റെ ഒരേ ഒരു കനൽത്തരി അല്ലേ, പാർലമെന്റിലേക്ക് പോയ ഒരേ ഒരു കനൽത്തരി കെടാൻ വേണ്ടി പോകുന്നു. കുഞ്ഞികൃഷ്ണൻ സഖാവ് നേരത്തെ പറഞ്ഞത് ശരിയാണ്. കാരണം ബംഗാളിനേക്കാൾ വേഗത്തിൽ, ബംഗാളിൽ ഒരു 34 വർഷം അല്ലെ 34 വർഷത്തെ ഒരു തുടർ ഭരണമായിരുന്നു ബംഗാളിനെ ആ അവസ്ഥയിൽ എത്തിച്ചത്. ത്രിപുരയിലെ അതേ തന്നെ ഒരു 15 വർഷത്തെ ഒരു തുടർ ഭരണമാണ് ത്രിപുരയെ ഈ അവസ്ഥയിൽ എത്തിച്ചത്. പക്ഷേ കാരണഭൂതം വളരെ സ്പീഡിലായിരുന്നു കാര്യം. 10 വർഷം കൊണ്ട്, വെറും 10 വർഷം കൊണ്ട് CPM-നെ ആകെ വേറൊരുത്ത കാരണഭൂതം. എന്നിട്ട് എനിക്ക് മനസ്സിലാവാത്ത എന്താന്ന് വെച്ചാലേ, പിണറായി വിജയൻ മഹാൻ, വീണ വിജയൻ അതിനേക്കാൾ ഗംഭീരം എന്ന് പറയുന്ന വാഴ്ത്തുപാട്ട് സംഘത്തെ അടിമക്കൂട്ടങ്ങളെയാണ് സഹിക്കാൻ പറ്റാത്തത് കേട്ടോ. ഈ അമ്മായസിനും മരുമോനും മോളെയൊക്കെ എങ്ങനെയും സഹിക്കാം. പക്ഷെ ഇവരുടെ പിന്നില് ഇവരുടെ ആസനം കഴുകാൻ വേണ്ടി കാത്തു നിൽക്കുന്ന കുറെ കഴുതകൾ ഉണ്ടല്ലോ അല്ലെ, അടിമ കഴുതകൾ. ഇവരാണ് യഥാർത്ഥത്തിൽ ഈ CPM എന്ന് പറയുന്ന പാർട്ടിയെ ഈ ഒരു അവസ്ഥയിൽ എത്തിച്ചത്. അപ്പൊ ഏതായാലും കേരളത്തിന് പുറത്ത് CPM എഴുന്നേറ്റ് നിൽക്കുന്നത് കോൺഗ്രസ് പിന്തുണയിലാണ്. എന്ത് രാഷ്ട്രീയ ദർശനമാണ് ഇവർക്കുള്ളത്? CPM-ന്റെ ക്രെഡിബിലിറ്റി നഷ്ടപ്പെട്ടു. അടുത്ത കാലത്തൊന്നും CPM നന്നാകില്ലെന്നും കേരളത്തിൽ കോൺഗ്രസിന്റെ സുവർണ കാലഘട്ടമാണ് ഇതെന്നും G. സുധാകരൻ, നിങ്ങളുടെ സഖാവ് അല്ലേ, നിങ്ങളുടെ സഖാവ് പറയുകയാണ് കേട്ടോ. അപ്പൊ നിങ്ങളുടെ G. സുധാകരൻ ഇങ്ങനെ ഒരു കാര്യം പറയുന്നു. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ കുഞ്ഞികൃഷ്ണൻ സഖാവ് പറയുന്നു, ബംഗാളിലെ പോലെ ഇതാ തീർന്നു. നേരിയൊരു പ്രതീക്ഷ മാത്രമേ ഉള്ളൂ. ഈ പറഞ്ഞ ലോക്കൽ കമ്മിറ്റിയിലെയും ഏരിയ കമ്മിറ്റിയിലെയും ഒക്കെ ചില അംഗങ്ങൾ അവർ സത്യം പറയുന്നു. പക്ഷെ ആ സത്യം എവിടെ തണ്ടാം? CC-യിലും BB-യിലൊക്കെ എത്തണ്ടേ? ആരെത്തിക്കും? ഈ പറയുന്ന സംസ്ഥാന സമിതിയിലെ ഈ അപ്പം എത്തിക്കോ? എനിക്ക് തോന്നുന്നില്ല. എന്ന് പറഞ്ഞാൽ നന്നാവണമെങ്കിൽ എന്നേ നന്നാവാം. പക്ഷെ ഇവര് നന്നാവില്ല. കാരണം ഇയാൾ കിടക്കുന്നില്ലേ, ഇയാൾ കൂലിപ്പിടിച്ച് കിടക്കുന്നുണ്ടല്ലോ. ഇയാൾ ഉള്ളിടത്തോളം കാലം ഈ പാർട്ടി നന്നാവൂലെന്ന് എഴുതി വെച്ചോ നിങ്ങള്. ഈ പറയുന്ന പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് അല്ലെങ്കിൽ CPM-ന്റെ തലപ്പത്ത് അപ്പം ഗോവിന്ദനും ബേബിയൊക്കെ ഉണ്ടായിക്കോട്ടെ. പക്ഷേ ഈ കാരണഭൂതത്തിന്റെ മരുവനും ഈ പാർട്ടിയിൽ ഉള്ളിടത്തോളം കാലം CPM എന്ന് പറയുന്ന പാർട്ടി ഗുണം പിടിക്കാൻ പോകുന്നില്ല എന്ന് എഴുതി വെച്ചോ കേട്ടോ. ഒരു സംശയമില്ല. ആ കാര്യങ്ങളാണ് ഞാനിപ്പം പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഈ എന്താ പറയാ G. സുധാകരൻ സഖാവും V. കുഞ്ഞികൃഷ്ണനും നേരത്തെ TKG-യും എന്ന് പറഞ്ഞാൽ അത്യാവശ്യം CPM-നെ സ്നേഹിക്കുന്ന, CPM എന്താണെന്ന് അറിയുന്ന, കമ്മ്യൂണിസം എന്താണെന്ന് അറിയുന്ന ആൾക്കാർ പറയുന്നത്. അല്ലാതെ പിണറായി വിജയനൊക്കെ വല്ല കമ്മ്യൂണിസം അറിയും? പിണറായി വിജയന് കമ്മ്യൂണിസം എന്താണെന്ന് അറിയും? KN ബാലഗോപാലിന് കമ്മ്യൂണിസം എന്താണെന്ന് അറിയും? മുഹമ്മദ് റിയാസിന് എന്താണ് കമ്മ്യൂണിസം എന്ന് അറിയും? ഇവൻ എന്നൊക്കെ എന്നിട്ട് നേതാവാണത്രേ. എടോ പോയി പഠിക്കടോ കമ്മ്യൂണിസം എന്താണെന്ന്. എന്നാ പിന്നെ നിങ്ങൾ ഈ തെണ്ടിത്തരം ചെയ്യില്ല, ഈ തമ്മാടിത്തരം ചെയ്യില്ല. ഈ തമ്മാടിത്തരവും തെണ്ടിത്തരം ചെയ്യുന്നത് എന്താണ് കമ്മ്യൂണിസം എന്ന് അറിയാത്തത് കൊണ്ടാണ്. നിങ്ങൾക്ക് തൊഴിലാളികളെ പുച്ഛമാണ്. അതല്ലേ പറഞ്ഞത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് ഈ മുഷിഞ്ഞ വസ്ത്രവുമായി വരുന്നവരെ ആരെയും മുഖ്യമന്ത്രിയുടെ നേരത്തെ മുഖ്യമന്ത്രിയുടെ എന്ന് പറഞ്ഞാൽ മുൻ മുഖ്യമന്ത്രി കാരണഭൂതത്തിന്റെ ഓഫീസിലേക്ക് മുഷിഞ്ഞ വസ്ത്രവുമായി വരുന്നവരെ ആരെയും കയറ്റിയിരുന്നില്ല എന്ന് പറഞ്ഞു. കാരണം അവർക്ക് പുച്ഛമാണ്. എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ ഈ നവകേരള സദസ്സൊക്കെ നടക്കുന്ന കാലത്ത് പൗരപ്രമുഖരെയാണ് വിളിക്കുക. എന്നിട്ട് അവർക്ക് പാലിൽ കുതിർത്ത കശുവണ്ടി പരിപ്പും താറാവ് കറിയും ചിക്കൻ റോസ്റ്റും ഒക്കെയാണ് അവരെ പിടിച്ച് സൽക്കരിക്കുക. ഇതാണ്. അപ്പൊ ഏതായാലും G. സുധാകരൻ സഖാവ് പറഞ്ഞ പോലെ നനഞ്ഞ കോഴിക്ക് വിപ്ലവ അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് ഈ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി മറ്റൊരു വീഡിയോയിൽ നമുക്ക് കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.